അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പ് ഖളാ വീട്ടുന്നതും ഫിദിയ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില മസലകൾ പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കി, രോഗം ബാധിച്ച ഒരാൾ ആ രോഗം മാറുകയില്ല എന്ന് നീതിമാനായ ഒരു ഡോക്ടർ വിധി എഴുതി, അതായത് ശമന പ്രതീക്ഷ ഇല്ലാത്ത രോഗി, അവൻ്റെ പേരിൽ നോമ്പ് നിർബന്ധമല്ല. പക്ഷേ അവന് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ, അവൻ്റെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കൽ അവന് നിർബന്ധമാണ്. ഇന്ന് ഒരു നോമ്പ് പൂർത്തിയായാൽ അവൻ്റെ പേരിൽ ഒരു മുദ്ദ് നിർബന്ധമായി. അങ്ങനെ 30 നോമ്പും പൂർത്തിയാകുമ്പോൾ 30 മുദ്ദ് നിർബന്ധം. ഓരോ ദിവസത്തെയും മുദ്ദ് അന്നന്ന് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അതല്ല എല്ലാം കൂടി റമദാൻ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അവൻ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും കൊടുത്തു വീട്ടാം. ഇനി മരണപ്പെടുന്നതിന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ശേഷം അവൻ്റെ അവകാശികൾക്കും കൊടുക്കാം. ഈ മുദ്ദ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എന്തുണ്ടെങ്കിലും കൂടൂല. ഒരു മുദ്ദ് മാത്രമാണ് ഒരു നോമ്പിന് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു രോഗി, ഡോക്ടർ പറഞ്ഞു അയാൾ സുഖമാകാൻ ഒരു സാധ്യത ഇല്ലാന്ന്. പക്ഷേ നമ്മൾ അസംഭവ്യമായ കാര്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ അയാളുടെ അസുഖമൊക്കെ മാറി അയാൾ എണീറ്റു. അയാൾക്കിപ്പോൾ നോമ്പ് അനുഷ്ഠിക്കാം, നിസ്കരിക്കാം, എല്ലാം കഴിയുന്നുണ്ട്. എന്നാലും മുമ്പ് ആ നഷ്ടപ്പെട്ട നോമ്പ് അയാൾ നോറ്റ് വീട്ടേണ്ടതില്ല. കാരണം ആ നോമ്പ് വന്ന സമയത്ത് അവൻ്റെ പേരിൽ നോമ്പ് നിർബന്ധം ഉണ്ടായിരുന്നില്ല, മുദ്ദായിരുന്നു നിർബന്ധം. ആ മുദ്ദ് അവൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവന് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഇതാണ് രോഗശമന പ്രതീക്ഷയില്ലാത്ത രോഗികളെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ കുറേ സമയം മുദ്ദ് എന്ന് പറയേണ്ടത് ആർക്ക് കൊടുക്കണം? ഞാൻ പറഞ്ഞാൽ ഏകദേശം 750-800 ഗ്രാമിൽ ഉള്ളിൽ വരുന്ന ധാന്യം, അതാണ് മുദ്ദ്. അത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഫക്കീർ, മിസ്കീന് എന്നീ 2 വിഭാഗത്തിന് മാത്രമാണ് മുദ്ദ് വാങ്ങാൻ അർഹത ഉള്ളത്. സക്കാത്തിൽ പറഞ്ഞ 8 അവകാശികളിൽ ബാക്കി 6 വിഭാഗത്തിനും ഈ കഫാറത്തിൻ്റെ മുദ്ദ് കൊടുക്കാൻ പറ്റൂല. ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഗതി, അങ്ങനെയാണ് മലയാളത്തിൽ പറയുക. ഈ 2 വിഭാഗത്തിനാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ ഫക്കീർ, മിസ്കീൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മുദ്ദ് കൊടുക്കാൻ പാടില്ല. മറ്റു സക്കാത്തിൻ്റെ സദഖയുടെയും പോലെയല്ല, ഇതൊരു കഫാറത്തായതുകൊണ്ട് നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഫക്കീറിനോ മിസ്കീനിനോ ഈ മുദ്ദ് കൊടുക്കരുത്. അല്ലാത്ത ഒന്നുകിൽ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മറ്റു നാടുകളിലുള്ള സക്കാത്തിൻ്റെ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. എവിടെയെങ്കിലുമുള്ള ഫക്കീർ, മിസ്കീനിനാണ് ഈ മുദ്ദ് നൽകേണ്ടത്. ഒരു മുദ്ദ് 2 ആക്കി ഭാഗിച്ച് 2 ആൾക്ക് കൊടുക്കാൻ പറ്റും.